അപ്പൊ ആരാണ് ഇങ്ങോട്ട് വരുന്നത്? ആരാ വരുന്നേ? സെലിബ്രിറ്റി ആണ്, ഭയങ്കര വലിയ സെലിബ്രിറ്റി ആണ്. ഗിവനേട്ടാ ഹായ്. മമ്മി മീത്തൊക്കെ ഇവിടെ ഹായ്. ബ്ലോഗിലിടാനാണേ. അങ്ങനെ പ്രവാസിയാവും. ഹാപ്പി ജേണി. മമ്മീനെ മീത്തുനെ കാണിച്ച ഹാപ്പി ജേണി. ഓക്കെ ബൈ. ചാനൽ മായ മനസ്സ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത് തന്നെ. കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തായാലും വ്ളോഗെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അത് കൊണ്ടുവരും. ഇനിയിപ്പം നമുക്ക് നിങ്ങൾ ആദ്യം ഇൻട്രോയിൽ കണ്ടപ്പോൾ തന്നെ ഇവിടെ 2-3 ആൾക്കാർ വരുന്നുണ്ട്. അതെ, നമ്മുടെ ഈ ഗിവനേട്ടനും മീത്തും മമ്മിയും, അതായത് ഗിവനേട്ടൻ്റെ അമ്മയും മീത്തും. അപ്പം അവർ എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട് ദോഹയിൽ. അപ്പോൾ നമ്മളവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കും നിങ്ങൾ ഗിവനേട്ടൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും. വെൽക്കം ടു മായ മനസ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇതിന്റെ കൂടെ ഞങ്ങളും കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി വഴിയെ ഞങ്ങളെയും കൂടെ ഇനി സഹിക്കാം. അപ്പൊ നമുക്ക് വഴിയെ കടാം. കൂടുതലായിട്ട് ഞങ്ങളുടെ സാധനമായിട്ട് അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നത് ക്യാമറമാൻ മമ്മിയോടൊപ്പം ഇവരുടെ കുറച്ച് ഐറ്റംസ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണ്ട്. അതെ, ഇനി ഇവിടുന്ന് വേണം ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. പൊതുവെ എല്ലാരും അവിടുന്ന് ഇങ്ങോട്ടാ കൊണ്ടുവരും. ഇത് നേരെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ കാശ്. കണ്ടോ, ഇവിടുന്ന് എല്ലാരും അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ബാക്കി വഴിയേ കാണാം. ഇവിടെ ഞങ്ങളിതാ ഖത്തറിലേക്ക് പോവുകയാണ്. അപ്പൊ ഖത്തറിലേക്ക് പോണതിന്റെ ഭാഗമായിട്ട് അവരുടെ വീട്ടിൽ നമ്മൾ കുറെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതേ അവര് അപ്പൊ ഇതാ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങള് കപ്പൽ കയറുന്നുണ്ട്. അപ്പൊ ബാക്കി വഴിയെ എല്ലാവർക്കും കാണാം. അപ്പൊ ഗായ്സ് ഇതാ ഞങ്ങള് വഴി എന്റെ ആദ്യത്തെ വ്ളോഗാണ്. അവസാനത്തെ ആവാതിരുന്നാ മതിയായിരുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്നെയും സഹിക്കാം ഇതിന്റെ കൂടെ കേട്ടോ. യെസ് ഗായ്സ്, മായ മനസ വിത്ത് ഗിവിൻ സി സൈബർ. ഇവിടെ നോക്കണ്ടേ. അപ്പൊ നമ്മൾ ഓട്ടോയില് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് വഴിയേ കാണാം.
ഞങ്ങള് അവരെ പിക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഇനിയിപ്പോ അവര് കാണാം. വ്ലോഗൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ. വ്ലോഗ് വരാൻ പോണേ ഉള്ളൂ. ഞാൻ വിശന്നിട്ട് പഴം എടുത്തിരിക്കുക കഴിക്കാൻ. സ്ഥിരം പറയും. പിന്നെ ഒരു കാര്യം, മാനസ ഇവിടെ ഇല്ല. മാനസ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. അവൾക്ക് എയർപോർട്ടിൽ വരാൻ പറ്റിയില്ല. സോ അവൾ ഒരു 1:30 എത്തും. ഉച്ചയാകുമ്പോഴേക്കും വീടെത്തും. ഇവരെ കണ്ടു കഴിഞ്ഞാൽ എക്സൈറ്റ്മെന്റ് കൂടും. അപ്പൊ അവള് സ്കൂളിലെ എക്സൈറ്റ്മെന്റിലായിരിക്കണം തോന്നുന്നു. ഓക്കെ, അവരിപ്പോൾ ലാൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇനിയിപ്പം നമ്മളിപ്പോൾ പപ്പയുടെ ഓഫീസിൻ്റെ താഴെ നിൽക്കണം. പപ്പയ്ക്ക് എന്തോ ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം വരും പറഞ്ഞു. അപ്പം അവർ ലാൻഡ് ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മൾ എയർപോർട്ടിൽ എത്തും. യെസ്, കാണാം. അപ്പോൾ ഒരു ലഗേജൊക്കെ അവർക്ക് കിട്ടി. ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവരെ സ്വീകരിക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഇവര് ഖത്തർ ലാൻഡ് ചെയ്തിരിക്കുന്നു. നമ്മള് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ മമ്മി? ഇത് വന്നിട്ട് വില്ലകളാ.